ശബരിമല തന്ത്രി സ്ഥാനമൊഴിയാൻ തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായതിന് പിന്നാലെയാണ് സ്ഥാനമൊഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചത്. പകരം മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രേഖാമൂലം ഒരു അപേക്ഷ ലഭിച്ചതോടെ ഹൈക്കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ഹൈക്കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനായിട്ടായിരിക്കും ഇനിയൊരു കാത്തിരിപ്പ്, അല്ലേ? അതെ ശ്രീജ, വരുന്ന ചിങ്ങമാസം മുതൽ ശബരിമലയിൽ ആരായിരിക്കണം തന്ത്രി എന്നത് ഇനി തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഈ വരുന്ന ചിങ്ങമാസം മുതൽ തന്ത്രി കണ്ഠരരുടെ ഊഴമാണ് തന്ത്രിയായിട്ടുള്ളത്. നിലവിൽ കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനരാണ് ശബരിമലയിൽ തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നത്. അടുത്ത ഊഴം കണ്ഠരര് രാജീവർക്കാണ്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ തനിക്ക് പകരം തൻ്റെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയായി നിയമിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ കത്തിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിട്ടില്ല. പകരം ഈ തീരുമാനം ഹൈക്കോടതിക്ക് വിടാനാണ്. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നോ അത് പ്രകാരം തീരുമാനമെടുക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണർ വഴി മുഖേന ഈ കത്ത്, ഇങ്ങനൊരു കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതി അറിയിക്കും. ഹൈക്കോടതി എന്ത് പറയുന്നുണ്ട് എന്നനുസരിച്ചായിരിക്കും ശബരിമല തന്ത്രി ആരായിരിക്കണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുക. നിലവിൽ ഇപ്പോൾ മഹേഷ് മോഹനരാണ് തന്ത്രിയായി തുടരുന്നത്. അദ്ദേഹം ഈ ചിങ്ങമാസത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഊഴം തീരുന്നതാണ്. അടുത്ത തന്ത്രി കണ്ഠരര് രാജീവരാണ് തന്ത്രിയായി വരേണ്ടത്. ഈ കേസുകളൊക്കെ നിലനിൽക്കുന്നതിനാൽ തനിക്ക് ഇതിന് പറ്റില്ല എന്ന് രാജീവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ദേവസ്വം ബോർഡിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതൊരു അജണ്ടയായി ദേവസ്വം ബോർഡ് ഒരു ചർച്ചയ്ക്ക് എടുത്തിരുന്നെങ്കിലും തീരുമാനമൊന്നും എടുക്കാതെ മാറ്റുകയായിരുന്നു. ഇതിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരത്തിൽ തന്ത്രിയെ, കേസിൽപ്പെട്ട ഒരാൾ പറയുന്ന കത്തിലെ ആവശ്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന ഒരു ചിന്തയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിക്ക് വിടാൻ കാരണം. എന്തായാലും ഹൈക്കോടതിയുടെ തീരുമാനമായിരിക്കും അടുത്ത ശബരിമല തന്ത്രിയെ തീരുമാനിക്കുക. ശ്രീജ. ശരി കണ്ണൻ, ശബരിമല തന്ത്രിസ്ഥാനമൊഴിയാൻ തന്ത്രി കണ്ഠരര് രാജീവര് അപേക്ഷ നൽകിയിരിക്കുകയാണ്.